അത്ഭുതം, കപ്പൽ ഇത്ര പെട്ടെന്ന് ആഥൻസിലെത്തുമെന്ന് കരുതിയതേയില്ല. അതെ അതെ, ഇവിടെ അധികം താമസമില്ല. അടുത്ത ലക്ഷ്യം ലണ്ടനാണ്. വൈകിട്ട് കൃത്യം 8 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കാം സാർ. കപ്പൽ ആഥൻസ് വിട്ടു. ഓ, എന്തൊരു ഉഷ്ണം! ട്രഫാൾഗർ കടന്ന് അറ്റ്ലാന്റിക്കിലെത്തും വരെ ഇത് സഹിക്കേണ്ടി വരും. സമയമേറെയായി. വരൂ, നമുക്ക് പോകാം. താങ്കൾ പോയിക്കോളൂ, ഞാൻ അല്പം കൂടി ഇവിടെ ഒന്ന് നിൽക്കട്ടെ. തണുത്ത കാറ്റോ? ഇതെവിടെ നിന്നാണ് പെട്ടെന്ന് മഞ്ഞ് വരുന്നത്? അയ്യോ, എന്താണിത്? നാം ഇപ്പോൾ ട്രഫാൾഗർ കടലിടുക്കിലാണ്. അറ്റ്ലാന്റിക്കിലെത്തിയാൽ ദിശ മാറണം. ഒരൽപ്പം അപകടം പിടിച്ച സ്ഥലമാണിത്. സാർ, ഓടി വരണേ, ഡെക്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. വാട്ട്? വരൂ, നമുക്ക് പോയി നോക്കാം. ഡേവിഡ്, നിങ്ങളിവിടെ ഉണ്ടാവണം. സാർ. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ സംഭവിച്ചു? ഡെക്കിലയാൾ തനിച്ചായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആവുമോ? ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല സാർ. വിളറിയിട്ടുണ്ട്, ധാരാളം രക്തം നഷ്ടപ്പെട്ടതുപോലെ. പക്ഷേ ഇവിടെ രക്തമൊഴുകിയതിൻ്റെ ലക്ഷണമൊന്നുമില്ലല്ലോ. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ലണ്ടനിലെത്തും വരെ ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കണം. പോസ്റ്റ്മോർട്ടം കഴിയാതെ ഒന്നും പറയാനാവില്ല. ഹോ, എൻ്റെ 20 വർഷത്തെ കപ്പൽ ജീവിതത്തിനിടയിൽ ഇതാദ്യത്തെ സംഭവമാണ്. എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ എനിക്കും തോന്നുന്നു സാർ. ആ ജോൺസ് എവിടെ? അയാളെ കണ്ടിട്ട് 2 ദിവസമായല്ലോ. അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല സാർ. സാർ, കടൽ ക്ഷോഭിച്ചിരിക്കുന്നു സാർ. ഇത്ര പെട്ടെന്നോ? സാർ, ഈ വീൽ അനക്കാൻ പറ്റുന്നില്ല, ജാമായി.